ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, സന്തോഷത്തോടൊരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ദൈവമായ കർത്താവ് നമുക്ക് അവസരം തരികയാണ്. വചനം കേൾക്കാൻ കിട്ടുന്ന ഒരവസരം പോലും പാഴാക്കരുത്. വചനം കേൾക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഏറ്റവും ശ്രേഷ്ഠമായി കാണുകയും ഏറ്റവും ശ്രദ്ധയോടെ കാതോർക്കുകയും ചെയ്യാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവാദി ദൈവത്തിന്, വചനം തന്ന് നമ്മളെ പോഷിപ്പിക്കുന്ന നമ്മുടെ കർത്താവിന്, അതെല്ലാം അന്നന്നത്തേക്കുള്ള ആത്മീക നിലവാരത്തിൽ നമ്മുടെ കാതുകളിൽ എത്തിപ്പാൻ നമുക്ക് ആത്മീക പ്രചോദനവും വിവേചനവും ഇത് വിശദീകരിപ്പാനുള്ള കൃപയും തരുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും സ്തുതിയും എല്ലാം കരയറ്റിക്കൊണ്ട് സകല ആരാധനയ്ക്കും യോഗ്യനായ മഹാദൈവത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായ വേദവാക്യം വായിച്ച് അതിപ്രധാനമായൊരു ആത്മീക കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരുങ്ങട്ടെ. ഏറ്റവും പരിചിതമായൊരു വേദഭാഗത്ത് നിന്നാണ് വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത്. 1 ശമൂവേൽ 16 അധ്യായം 1 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 1 ശമൂവേൽ 16 അധ്യായം 1 വാക്യം. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളി എന്നറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും. കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമിനായ ഇശ്ശായിയുടെ അടുക്കൽ അയക്കും. അവൻ്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഒരു വലിയ വാക്യമാണ് 1 വാക്യം. പക്ഷേ ഏറ്റവും അവസാനത്തെ ഭാഗം അതൊന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. അവൻ്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ദാവീദിനെ രാജാവാക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് സ്വർഗത്തിൽ പ്ലാൻ ചെയ്ത അനന്തരം ശമൂവേൽ പ്രവാചകനെ ഇശ്ശായിയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് സജ്ജമാക്കുന്നതാണ് 1 അധ്യായത്തിലെ ഉള്ളടക്കം എന്ന് നമുക്ക് അവകാശപ്പെടാം, നമുക്ക് മനസ്സിലാക്കാം. അതിലേക്കൊന്നും പോകാതെ ഈ ലാസ്റ്റ് ഞാൻ എടുത്തു പറഞ്ഞ ഭാഗം, ഇശ്ശായിയുടെ മക്കളിൽ ദാവീദിനെയാണല്ലോ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഭാഗമൊക്കെ ഒത്തിരി പ്രസംഗിച്ചിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഒരു കാര്യം ഇന്ന് ഈ വാക്കിനെ ചൊല്ലി ഞാൻ ഏറെ ശ്രദ്ധിച്ചത് നമുക്ക് ഗുണമാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വിശദീകരിക്കട്ടെ. ദാവീദിൽ ദൈവമായ കർത്താവ് ഒരു രാജാവിനെ കണ്ടു. അത് ശമൂവേലിനെ അറിയിക്കുന്നു. ആ രാജാവിനെ പുറത്തു കൊണ്ടുവരാനുള്ള പദ്ധതി ഒരുക്കുന്നു. അതൊക്കെ ദൈവം ഡീസൻ്റായി ചെയ്തോളൂ. പക്ഷെ ആദ്യത്തെ വാക്കൊന്നുകൂടെ ആവർത്തിക്കുന്നു. രാജാവ് ഒരു നേതാവാണ്, ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവ്. ഒരു നേതാവിനെ, ഒരു പദവിയേക്കാൾ ദൈവമായ കർത്താവ് ജനത്തെ നയിക്കാൻ ഒരു നേതാവിനെ ദൈവമായ കർത്താവ് ഒരു 10-17 വയസ്സ് 16 വയസ്സ് പ്രായം കൂട്ടിക്കോ, അങ്ങനെ ഒരു യൗവനക്കാരനിൽ കണ്ടു. അങ്ങനെ ദൈവം കണ്ടാൽ ഉടനെ ഒരു കിരീടവും കൈ കൊടുത്ത് ശമൂവേലിനെ നേരെ വീട്ടിലേക്ക് വിടുമായിരുന്നോ? 8 മീറ്റർ തുണി മേടിച്ച് നല്ല പളപളാ മിന്നുന്ന, രാജാക്കന്മാരൊക്കെ ഇടുന്നത് ചില പടത്തിലെങ്കിലും കണ്ടിട്ടില്ലേ, അങ്ങനെ മിന്നുന്ന ഒരു കുപ്പായം, വലിയൊരു രാജകീയ നിലയങ്കി മടക്കി കവർണത്തിട്ടുകൊണ്ട് നേരെ ശമൂവേലിനെ അങ്ങോട്ട് വിടുമായിരുന്നോ? അല്ലല്ലോ. ഒരു സിംഹാസനം, ഒരു നല്ല മൂത്താശേരിയെ വിളിച്ച് പണിയിപ്പിച്ചിട്ട് പൊന്നു പൊതിഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരാളെയും കൂടി വിളിച്ച് ഒരു സിംഹാസനം ഗോഡൗണിനകത്തിട്ട് പണിയിപ്പിക്കുമായിരുന്നോ? അതുമല്ലല്ലോ. പിന്നെ എന്താ ചെയ്തത്? അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചിന്ത. എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്നെ ഞാൻ ദൈവസന്നിധിയിൽ കണ്ടു. നിങ്ങളിൽ പലരെയും അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് നോക്കുക. എന്നിൽ ദൈവമായ കർത്താവ് ഒരു കർത്തൃദാസനെ കണ്ടു. അതുകൊണ്ടാണല്ലോ എനിക്കൊരു ദൈവദാസനായി എളിയ രീതിയിൽ ഇത്രത്തോളമൊക്കെ ദൈവകൃപയിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് തക്കവണ്ണം എൻ്റെ യോഗ്യതയ്ക്കൊക്കെ അപ്പുറം നിങ്ങൾ ചിലരെങ്കിലും അറിയത്തക്ക രീതിയിൽ എന്നെ ദൈവം നിർത്തിയത്. അല്ല, ഞാൻ കൊമ്പത്ത് കയറി പിടിച്ച് എങ്ങനെയെങ്കിലും വലിഞ്ഞ് കയറി ആരുടെയെങ്കിലും കാല് പിടിച്ചുണ്ടാക്കിയെടുത്ത അല്ലവേ അല്ല. അങ്ങനൊരു പദവി അല്ലത്. അതൊക്കത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ദൈവം തമ്പുരാൻ കണ്ടു. ഒരുപക്ഷെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ, ഒരുപക്ഷെ എന്നുള്ള വാക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, എൻ്റെ പൈനിയർ സ്റ്റേജിൽ എൻ്റെ വിദ്യാഭ്യാസമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞൊരു കാലമുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ എനിക്ക് മനസ്സിലാകാത്ത കാലത്ത്, ഞാൻ തോറ്റു തുന്നം പാടി നടക്കുന്ന കാലത്ത്, രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ഒരു, ഞങ്ങളുടെ നാട്ടിലെ ആൺപിള്ളേരുടെ ഇടയിൽ വളർന്നു വരുമ്പോൾ, എല്ലാവരും ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോകുമ്പോൾ നാട്ടിൽ ഒരു
ഒന്നുമല്ലാത്തവനായി കടന്നു പോകല്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി പെടാപ്പാട് പെടുമ്പോഴൊക്കെ താഴേക്ക് താഴേക്ക് കുഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് എനിക്കോ എൻ്റെ അപ്പനോ അമ്മയ്ക്കോ എൻ്റെ വീട്ടുകാർക്ക് ആർക്കും കാണാൻ കഴിയാത്ത ഒരാളെ, ഒരു പദവിയെ, ഒരു കർത്തൃദാസനെ എൻ്റെ ദൈവം എന്നിൽ കണ്ടിരുന്നു. ഉടനെ ഒരു വെള്ളക്കുപ്പായും ഒരു കറുത്ത പാൻറ്റും ഒരു ബൈബിളൊക്കെ മേടിച്ച് ഒരാളെ വീട്ടിലേക്ക് വിടുവല്ലായിരുന്നു. ദാവീദിനെ തന്നെ നമുക്ക് കയറി പിടിക്കാം. ദാവീദിൽ ഒരു നേതാവിനെ കണ്ടു. നേതാവിനെ കണ്ട അന്നു മുതൽ അതിനു വേണ്ടി ദൈവമായ കർത്താവ് ദാവീദിനെ അങ്ങ് ഒരുക്കാൻ തുടങ്ങി. ആ ദൈവം തമ്പുരാൻ ഒരു രാജാവിനെ കണ്ടതുകൊണ്ടാണ് ഇത്രയും പോരാട്ടങ്ങളെല്ലാം നേരിടേണ്ടി വന്നത്, കാട്ടിൽ കിടക്കേണ്ടി വന്നത്. ഒരു അസൂയാലുവായിരിക്കുന്ന ശൗലിൽ നിന്ന് ഇത്രയും പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നത്, ഇത്രയും ഒറ്റപ്പെടലുകൾ ഫേസ് ചെയ്യേണ്ടി വന്നത്, ഇത്രയും അപമാനങ്ങൾ, വിചാരിക്കാത്ത ഭാഗത്തു നിന്നുള്ള ആരോപണങ്ങൾ, മീക്കളൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത്, ഇതൊക്കെ നേരിടേണ്ടി വന്നത്, ഇത്രയും വലിയ ശോധനകളിലൂടെയൊക്കെ കയറി ഇറങ്ങി വരേണ്ടി വന്നത് ദൈവം അവനിൽ ഒരു വലിയ മനുഷ്യനെ കണ്ടിരുന്നത് കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിന്ന് ദൈവസന്നിധിയിൽ ഒന്നോടെ പ്രാർത്ഥിച്ചിട്ട്, ഞാൻ പറയുന്നത് അതുപോലെ അങ്ങ് വിഴുങ്ങണം എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, വാക്ക് നിങ്ങൾക്ക് ഹട്ട് ചെയ്തെന്ന് തോന്നരുത് കേട്ടോ, അങ്ങനെ നിങ്ങൾ അവകാശപ്പെടുന്നില്ല ഞാൻ. എങ്കിലും ഒന്നോടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട്, എന്നിൽ ദൈവം ആരെയോ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് എന്നെ ഈ വറചട്ടിക്കകത്തിട്ടിരിക്കുന്നത് പോലെ, ഈ തീച്ചൂളെ കൂടെയൊക്കെ കയറി ഇറങ്ങുന്നത് പോലെ എനിക്ക് കുറച്ച് നാളുകളായിട്ട് 1-2 കൊല്ലമാണോ ഈ ദാവീദ് അനുഭവിച്ചത്. ഈ ദാവീദ് മാത്രമല്ല, എപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത് പോലെ വേദപുസ്തകത്തിലെ ദൈവം ഒരു നേതാവായി, ദൈവം ഒരു അഭിഷിക്തനായി, ദൈവം ഒരു രാജാവായി, ദൈവം ഒരു വിമോചകനായി കണ്ട എല്ലാവരെയും ദൈവമായ കർത്താവ് ഇങ്ങനെയുള്ള ശോധനയിൽ കൂടെയൊക്കെ കടത്തിവിടില്ലേ? നിങ്ങൾ ഓർത്ത് നോക്കി. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കണ്ട പല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പണ്ടത്തെ കാലത്തൊക്കെ, ഇന്നത്തെ പോലെ അല്ലല്ലോ, അന്നത്തൊക്കെ ഈ അമ്മമാർ ചക്കയിടാനും മാങ്ങ പറിക്കാനും തേങ്ങ പറിക്കാനൊക്കെ വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ തോട്ടി എന്നാണ് പറയുന്നത്. തോട്ടി, ഭയങ്കര മുള, ഇല്ലിമുള. ആ മുളങ്കാടിനകത്ത് മുള എങ്ങനെ തിങ്ങി നിൽക്കുമ്പോൾ വണ്ണം കുറഞ്ഞ് കൈക്കകത്ത് ഒതുങ്ങുന്ന നല്ല നീളത്തിൽ പോകുന്ന മുള എൻ്റെ അമ്മ കണ്ടാൽ അമ്മ അതിനകത്തൊരു തോട്ടിയെ കാണും. തോട്ടി എന്ന് പറഞ്ഞാൽ ഈ ചക്കയൊക്കെ പറിക്കാൻ വേണ്ടി താഴെ നിന്നുകൊണ്ട് കമ്പയിൽ, അറിയാലോ, അങ്ങനെ തോട്ടിയെ കാണും. അങ്ങനെ കണ്ടാൽ അമ്മ എന്ത് ചെയ്യുന്നറിയാമോ? ഈ കൂട്ടത്തിൽ നിന്ന് അതിനെ മാത്രം വലിയ മെനക്കേടാ വെട്ടിയെടുത്തതിൻ്റെ മുള്ളെല്ലാം ചീകി ഇറക്കി താഴെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ സാധനം ഒരു കണക്കിന് പൊളഞ്ഞ് വളഞ്ഞ, കാരണം ഒറ്റ സ്ഥൂലമായിട്ടങ്ങ് വളരുന്നതല്ലേ, തറയിലിട്ടാൽ നേരെ കിടക്കുകയല്ല, വില്ല് പോലെ കിടക്കുന്നേ. അപ്പോൾ ഇതിനെ അമ്മ എന്ത് ചെയ്യുന്നറിയാമോ? അമ്മ ആരെങ്കിലും ഒരാളും കൂടി കൂട്ടി വിളിച്ചിട്ട് ഇതിനെ ഈ നിലത്തിട്ടിട്ട് വലിയ കരിങ്കല്ല് കൊണ്ടുവന്ന് എവിടെന്നെങ്കിലും എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ നെഞ്ചത്ത് കയറ്റി വയ്ക്കുന്നത് പോലെ ഈ വളഞ്ഞ് കിടക്കുന്നതിനെ ചവിട്ടി പിടിച്ചിട്ട് അതിൻ്റെ മേലിൽ കല്ല്, ഒരു 5-8 കല്ല് അങ്ങ് കയറ്റി വയ്ക്കും, പിടിച്ചങ്ങ് കിടത്തിയിട്ട് എന്ന് വേണം പറയാൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, പഴയ കാലമാണ്. ഇപ്പോഴത്തെ ആധുനിക ആളുകൾക്ക് പിടികിട്ടുമെന്ന് എനിക്കറിയില്ല. ചവിട്ടി പിടിച്ചങ്ങ് കയറ്റി വയ്ക്കും. ഒരു 10-25 ദിവസം ഈ കല്ല് ഇതിൻ്റെ മണ്ടയിലിരിക്കും. 10-25 ദിവസം കഴിയുമ്പോൾ പതുക്കെ കല്ല് മാറ്റും. കല്ല് മാറ്റുമ്പോൾ ഒരുമാതിരി വളവ് നേരെയായി കാണും. എന്നിട്ടും വില്ല് പോലെ ചാടുന്ന ഒരു സ്ഥിതിയാണ്. വളഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ ആ വളഞ്ഞ സ്ഥലത്ത് പിന്നെയും ഒരു 10 ദിവസം കൂടെ കല്ല് കയറ്റി വയ്ക്കും. ആ 3-4 കല്ല് അടുപ്പിച്ചങ്ങ് വയ്ക്കും. നോക്കിയേ, എൻ്റെ അമ്മ ഇല്ലിക്കൂടിനകത്ത് ഒരു മുളയിൽ തോട്ടിയെ കണ്ടു. അതുകൊണ്ട് കൂട്ടത്തിൽ നിന്ന് വെട്ടി അടർത്തി മാറ്റി. എല്ലാം കൂടി കെട്ടിപ്പിണിഞ്ഞ് നിന്നിരുന്ന ആ മുള്ളെല്ലാം ചെത്തി ഒതുക്കി തറയിലിട്ടിട്ട് ചവിട്ടി പിടിച്ചിട്ട് കല്ല് കയറ്റി വെച്ചു. ഭാരം. എന്തുകൊണ്ടാ? അമ്മ തോട്ടി കണ്ടു ഈ മുളയ്ക്കകത്ത്. ഒരു കൊച്ചു കാര്യം പറഞ്ഞ്, വലിയ ഉദാഹരണമൊന്നുമല്ല. പക്ഷേ ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തെല്ലാം പ്രോസസ്സ് നടക്കും. ഒരു ശില്പിയായ മനുഷ്യൻ ഒരു മരത്തിൻ്റെ വേരിനകത്ത് എന്തെങ്കിലും ഒരു നല്ല കാര്യം കണ്ടാൽ അതിനെ ഉളി കൊണ്ട് ചീകി, അതിനെ കത്തി കൊണ്ട് ചെത്തി, എന്തെല്ലാം ചെയ്ത് പ്രോസസ്സ് ആരംഭിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ദൈവം തമ്പുരാൻ
ഒരു സാധാരണ മനുഷ്യനെ അല്ല, ഒരു സ്ത്രീയെയോ ഒരു പുരുഷനെയോ അല്ല, മറ്റെന്തോ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് പലതിനെ നേരിടാൻ, പലതിനെ സഹിക്കാൻ ദൈവമായ കർത്താവ് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ചില കാര്യങ്ങൾ, ചിലപ്പോൾ നഷ്ടമായിരിക്കും. നിങ്ങൾക്ക് നേരിട്ടത് നിങ്ങളുടെ ചിന്തയിൽ വൻപിച്ച നഷ്ടമായിരിക്കും. നിങ്ങളിന്ന് ഉരുകിയിരുന്നുകൊണ്ട് പറയുമായിരിക്കും, ഇത്രയും കരഞ്ഞ് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളോട് ഇത് ചെയ്തല്ലോ എന്ന്. എൻ്റെ പൊന്നുമോളെ, എൻ്റെ പൊന്നുമോനെ എന്ന് വിളിച്ച് ഞാൻ ദൈവസ്നേഹത്തിലൊരു കാര്യം പറയട്ടെ. നാളുകളിൽ നിന്നെ ആരോ ആക്കാൻ ദൈവമായ കർത്താവ് നിന്നിലെന്തോ കണ്ടിട്ടുണ്ട്. അതിന് ഇത്രയൊക്കെ ക്രൂരത കാണിക്കണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ തോട്ടി പിന്നെയും പറയും 10 മിനിറ്റോടെ എടുത്ത്. ഏത്? നേരെ ചൊവ്വേ അങ്ങ് ആകാശത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന വൃക്ഷങ്ങളുടെ തലപ്പത്ത് നിൽക്കുന്ന 4 മാങ്ങ പറിക്കാൻ, ഭൂമിയിൽ നിന്നുകൊണ്ട് പറിക്കാൻ ഈ തോട്ടിയെ ഇത്രയും ചെയ്യേണ്ട വന്നെങ്കിൽ ആരെയൊക്കെയോ നീ നിമിത്തം ദൈവത്തിന് കിട്ടണം. അങ്ങ് അകലെ കിടക്കുന്ന ഏതോ ഫലങ്ങൾ ദൈവം തമ്പുരാന് കിട്ടാൻ വേണ്ടി നിന്നെ ദൈവമായ കർത്താവ് വെട്ടിയെടുക്കുക. ചിലരുടെ നടുവിൽ നിന്ന് ഒറ്റപ്പെടുത്തി നിന്നെ മാറ്റിയിട്ടു. നീയായിട്ടുള്ള എല്ലാ റിലേഷനും, ആ മുള്ളുകൾ കെട്ടിപ്പിടിച്ചതുപോലുള്ള റിലേഷനുകളെല്ലാം ചെത്തി മാറ്റി. ഒരൊറ്റപ്പെടൽ ഫീൽ ചെയ്തു. എന്നിട്ട് നിലത്തിട്ടിട്ട് നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ചതുപോലെ കുറേ ഭാരം നിനക്ക് തന്നു. ഈ 2 ദിവസമായിട്ട് നീ ഭയങ്കര ഭാരത്തില്ല. ഇതുപോലെ കരഞ്ഞ ദിവസങ്ങൾ ഇതിനു മുമ്പുണ്ടായിട്ടില്ലല്ലോ. പേടിക്കണ്ട, ഈ കല്ല് താഴെ ഇറക്കും. 10 ദിവസം കഴിയട്ടെ. ഇതിനേക്കാൾ നല്ലത്, ഞാൻ നിങ്ങളോട് പറയുന്നു, നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലത് ചിലരുടെ കയ്യിൽ നീ ഉപയോഗിക്കപ്പെടും. നിനക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലത് നിൻ്റെ കയ്യിൽ ദൈവം തരും. നീ മാനിക്കപ്പെടും. പിന്നെ ഇത് ഇല്ലിമുളങ്കാട്ടിലല്ല നിൽക്കുന്നത്. പിന്നെ ഞാൻ ഈ തോട്ടിയെ കണ്ടിരിക്കുന്നത് ഭയങ്കര സുരക്ഷിതമായി എൻ്റെ അമ്മ വീടിൻ്റെ ഏതെങ്കിലും നനയാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി സൂക്ഷിച്ച് കെട്ടിത്തൂക്കി, ആരും പിള്ളേർ പോലും തൊടാതിരിക്കാൻ വേണ്ടി. ഞാൻ പറയാം, പ്രോസസ്സുകൾക്ക് വിധേയപ്പെട്ടാൽ, നിന്നെ ഇണങ്ങിക്കിട്ടിയാൽ, പിന്നെ നിൻ്റെ സുരക്ഷാകാലം ആരംഭിക്കുക. ദൈവം നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു നല്ല കാലം ദൈവം കണ്ടിട്ടുണ്ട്. നിന്നെ ആരോ ആക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വേദനയാണ് ബ്രദറെ ഇപ്പം ഈ അനുഭവിക്കുന്നതെല്ലാം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, കർത്തൃദാസനെ, ഇപ്പം അനുഭവിക്കുന്നതെല്ലാം. ഇനിയും നിങ്ങളുടെ തലമുടി നരച്ച് കാണും. നിങ്ങൾക്കൊരു 68-70 വയസ്സ് പ്രായം കാണും ഇത് കേൾക്കുന്ന നിങ്ങൾ ചിലർക്ക്. എന്നാലും ദൈവം നിന്നെ വിടിയേല. കുറച്ചുകൂടെ നിന്നെ നേരെയാക്കി ദൈവം ഉപയോഗിക്കും. എല്ലാവർക്കും ഈ ദൂത് അനുഗ്രഹമായിരിക്കട്ടെ. നിങ്ങൾക്കിത് ഫലിക്കട്ടെ. നൊമ്പരങ്ങൾ മാറിപ്പോട്ടെ. കുറച്ചുകൂടെ സഹിക്ക്. ഈ കയറി വേറ്റി വെച്ചിരിക്കുന്ന കല്ലുകളെല്ലാം പെറുക്കി മാറ്റും, ഉപയോഗിക്കും കേട്ടോ. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹപ്രദമായ ഈ നല്ല ദിവസം ദൈവം തന്ന സന്ദേശത്തിന് നന്ദി. എന്നിലും ഇത് കേൾക്കുന്നവരിലും എൻ്റെ കർത്താവ് എന്തോ കണ്ടിട്ടുണ്ട്. അങ്ങനെ ദൈവം പ്രത്യേകത കണ്ടിട്ടുള്ളവരിൽ എന്തൊക്കെയോ ദൈവം ചെത്തി മിനുക്കും. ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണേ. അവർക്കിത് താങ്ങാനും സഹിക്കാനും പറ്റണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.